ഒരിക്കൽ ഒരു നല്ലവനായ ഒരു മനുഷ്യൻ, സമൂഹത്തിൽ ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ഈ നന്മ പ്രവൃത്തികൾ കണ്ട് ദൈവം ഒരു മാലാഖയെ അവൻ്റെ അരികിലേക്ക് അയക്കുകയാണ്. മാലാഖ അവൻ്റെ അരികിൽ വന്നിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്: അല്ലയോ മനുഷ്യ, താങ്കൾ ചെയ്യുന്ന ഈ സേവനത്തെ കണ്ടുകൊണ്ട് ദൈവമായ കർത്താവ് താങ്കൾക്കൊരു വരം നൽകിയിട്ട് പോകാൻ എന്നെ അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ തരാമെന്ന്. അദ്ദേഹം പറഞ്ഞു: എനിക്കൊരു വരവും വേണ്ട. കാരണം ഞാൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നത് എന്തെങ്കിലും ലഭിക്കുക എന്ന് ഇച്ഛിച്ചിട്ടല്ല, എൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാനത് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് വരം വേണ്ട. അപ്പോൾ മാലാഖ പറഞ്ഞു: അങ്ങനെ പറ്റില്ല. കാരണം ദൈവം വരം കൊടുക്കാൻ പറഞ്ഞാൽ അത് ആ വരം കൊടുത്തിട്ടേ പോകാം, അല്ലാതെ എനിക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഞാൻ അറിയാതെ എന്തെങ്കിലും വരം എനിക്ക് നൽകിയിട്ട് പോകും, പക്ഷെ ഞാനത് അറിയാൻ പാടില്ല എന്ന് അദ്ദേഹം വളരെ കാർക്കശ്യത്തോട് പറഞ്ഞു. അങ്ങനെ മാലാഖ അദ്ദേഹം നന്മകൾ ചെയ്തു പോകുന്ന വഴിയിലൂടെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് പിന്നാലെ കടന്നു വരുന്ന നിഴലിന് വരം കൊടുത്തു. ആ നിഴലിനെ നോക്കുന്നവരും ആ നിഴലിനെ സ്പർശിക്കുന്നവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹം അറിയാതെ ഇദ്ദേഹത്തെ നിഴലിനെ കണ്ടവരും സ്പർശിച്ചവർക്കുമൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു. അങ്ങനെ ധാരാളം ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ നിഴലുകളെ നോക്കാൻ തുടങ്ങി, അതിനെ സ്പർശിക്കാൻ തുടങ്ങി. അവർക്ക് സൗഖ്യം കിട്ടി, അവർക്ക് ധാരാളം സമ്പത്ത് കിട്ടി, അവർക്ക് അത്രയേറെ അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ ആൾക്കാർ സന്തോഷവരായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പിന്നീട് നാളുകൾ കഴിഞ്ഞുപോയി. പിന്നെ ആർക്കും ഇദ്ദേഹത്തെ വേണ്ടാതെ. കാരണം ഇദ്ദേഹത്തിൻ്റെ നിഴലുകളെ നോക്കി ഇവർക്ക് അനുഗ്രഹം കിട്ടി. അതുകൊണ്ട് അവർ നിഴലുകളെ സ്നേഹിച്ചു. അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നിഴലുകൾക്ക് പിന്നാലെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇതല്ലേ? ദൈവത്തെ മറന്ന് നിഴലുകൾക്ക് പിന്നാലെ, സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നാലെ പരക്കം പായുന്ന തൃപ്തിയില്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നില്ലേ? അതുകൊണ്ട് വചനം പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം ഈ ലോകത്തിലേക്ക് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. കാരണം ദൈവം തന്നതല്ലാതെ നിനക്കൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.